കഴിഞ്ഞ തവണ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ യാദൃശ്ചികമായിട്ട് കോവക്ക കൊണ്ടാട്ടം കാണാനിടയായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് കോവക്ക കൊണ്ടാട്ടം കടയിൽ കാണുന്നത് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ കോവക്ക പറിക്കാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ നിന്ന് കുറച്ചെടുത്തും കഴിഞ്ഞൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് ഉണക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് കോവക്ക എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ കോവക്കയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് ഞാൻ നീളത്തിലാണ് അരിഞ്ഞിട്ടത്. വട്ടത്തിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഓവൽ ഷേപ്പോ അങ്ങനെ എങ്ങനെയെങ്കിലും വേണമെങ്കിലും നിങ്ങൾക്ക് അരിഞ്ഞിടാം കേട്ടോ. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ആദ്യത്തെ ശ്രമമായതുകൊണ്ടും മോനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ളത് കൊണ്ടുമാണ് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കാത്തത്. ഇനി കടയിലത്തേത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാത്തത് കൊണ്ട് അതിലെന്താണ് എങ്ങനെയാണ് ചേർത്തതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ കയ്പ്പ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത് പോലെ. ഇനി നമുക്കത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു പരന്ന തട്ടിലേക്ക് പരത്തി വെച്ച് കൊടുക്കാം. പേപ്പറിൽ വെച്ചാൽ അതിൻ്റെ വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് അതിൻ്റെ കളർ ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 തട്ടിലാക്കിയിട്ടാട്ടോ വെച്ചിട്ടുള്ളത്. ഒരുപാടൊന്നും എടുത്തിട്ടില്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഞാനിത് 2 പാത്രത്തിലാണ് ആക്കിയിട്ടുള്ളത്. അത് ഞാൻ വെയിലത്തേക്ക് കൊണ്ടുവച്ചു. നമ്മളെ കൂവപ്പൊടി ഇവിടെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് നല്ലപോലെ വെയിൽ കൊള്ളട്ടെ. അടുപ്പിൻ്റെ സൈഡിലും വെക്കാം കേട്ടോ. ഇത് ഒരു ദിവസം ഒരു ഉച്ച സമയം ആയപ്പോഴേക്കും ഞാൻ വെച്ച് ആ സമയം ഉച്ച ആയപ്പോഴേക്കും ജസ്റ്റ് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തു. നല്ല വെയിലായതുകൊണ്ടാണ്. 2-3 ദിവസം മതി കേട്ടോ. നല്ല വെയിലാണെങ്കിൽ അടുപ്പിൻ്റെ സൈഡിലും ആണെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പം നല്ലപോലെ ഇനി 2 ദിവസം ഉണക്കിയെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ 2.5 ദിവസമാണ് ഞാൻ ഉണക്കിയിട്ടുള്ളത് കേട്ടോ. നല്ലപോലെ ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.